ഏറ്റവും പ്രിയമുള്ള കുഞ്ഞു മക്കളെ, മതാധ്യാപകരെ, മാതാപിതാക്കന്മാരെ, മനോഹരമായ ഈ സന്ധ്യ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം വിൽസൺ അച്ഛൻ്റെ ധ്യാനമാണ് പറഞ്ഞിരുന്നത്. അച്ഛൻ ട്രാഫിക്കിൽ പെട്ടുപോയതുകൊണ്ട് നമ്മൾ ആദ്യം അരമണിക്കൂർ സമയം കർത്താവിന്റെ തിരുമുമ്പിൽ ആരാധനയിൽ ചെലവഴിക്കും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ സമയം നമ്മൾ ധ്യാനത്തിലൂടെ കടന്നു പോകാണ്. നമുക്ക് ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മുട്ടുകുത്തിയേ, കൈകൾ കൂപ്പി ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദൈവം നമ്മുടെ കുടുംബങ്ങളെ അൾത്താരയും ബലിപീഠവുമാക്കി മാറ്റുന്ന അവസ്ഥയാണിത്. ആ അവസ്ഥയെ ധ്യാനിച്ചുകൊണ്ടൊരു നിമിഷം ശാന്തമാകുക. 1-2 നിമിഷങ്ങൾ. അത് കഴിയുമ്പോൾ നമ്മള് ആരാധനയുടെ പാട്ടുപാടി 1/2 മണിക്കൂർ സമയം ആരാധന ചെലവഴിക്കും. വിൽസൺ വരുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന നിത്യരാജാവായ ദൈവം, ആ ദൈവത്തെ, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ, അത്ഭുതങ്ങളുടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക്, ഈ ഹൃദയത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം ഗാനത്തിലൂടെ. ദൈവമിൻ അരികിലായി അൾത്താരേ, എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമിൻ അരികിലായി അൾത്താരേ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ,
ഇതെന്തൊരത്ഭുതമാ ദൈവമിൻ അരികിലായി അൾത്താരയിൽ. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. എല്ലാവർക്കും കൂടെ നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും, നിൻ ത്യാഗത്തിൻ വിലയായി എന്ത് നൽകിടും. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമിൻ അരികിലായി അൾത്താരയിൽ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ. പ്രിയ മക്കളെ, ആബേലിനെ വധിച്ചതിന് ശേഷം കായേനെ ദൈവം നേരിടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? എവിടെ നിന്റെ സഹോദരൻ, എവിടെ നിന്റെ സഹോദരൻ? കായേൻ എന്താ മറുപടി പറയുന്നേ? ഞാനാണോ സഹോദരന്റെ കാവൽക്കാരൻ? കർത്താവ് കായനോട് പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്തതെന്നറിയോ? ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം നടത്തിയ കൊലപാതകയാണ് നീ. നിന്റെ സഹോദരൻ ആബേലിന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നത് നീ കേൾക്കുന്നില്ലേ? നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയും. എന്നിട്ട് കായേൻ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണല്ലോ ഈ ശിക്ഷ. ഇന്ന് കൃപയുടെ സ്ഥലത്ത് നിന്ന് നീ എന്നെ ആട്ടിപ്പായിച്ചിരിക്കുകയാണല്ലോ. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കുന്നു. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. എന്റെ മേൽ കരുണ തോന്നണേ. അലു തോന്നിയപ്പോ യഹോവ എന്താ പറഞ്ഞേ? ഒരിക്കലുമില്ല. കായേലിനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരു അടയാളം പതിച്ചു. നോക്കിയേ, കായേൻ മനസ്താവപ്പെട്ട് ഏറ്റു പറഞ്ഞപ്പോ കൊലപാതകിയായ കായേന് പോലും കൂട്ടുപോകുന്ന ദൈവം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. മനസ്തപിച്ച് വിളിച്ച് കരഞ്ഞപ്പോ കൊലപാതകിക്ക് പോലും കൂട്ടുപോകുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം മറ്റൊരു ഭാഗം നോക്കിയാൽ യാക്കോബ് സഹോദരൻ ഏസാവിനെ ചതിച്ചവനാണ്. പിന്നീട്
ദൈവത്തിന്റെ ദർശനമൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവൻ സഹോദരന്റെ അടുക്കിലേക്ക് തിരികെ പോകുന്നുണ്ടല്ലോ. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നു. സഹോദരന്റെ അടുത്ത് എത്തുമ്പോഴേക്കും യാക്കോബ് 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. അപ്പോ സഹോദരനായ ഏസാവ് എന്ത് ചെയ്തേ? യാക്കോബിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോ യാക്കോബ് ഏസാവിനോട് പറയുന്നുണ്ട്, ജ്യേഷ്ഠ ഏസാവേ, ഇപ്പോൾ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖമാണ്, ദൈവത്തിന്റെ മുഖമാണ്. അത്രമേൽ കാരുണ്യത്തിന്റെ കൃപാവരത്തിന് ദൈവമാണ് എന്റെയും നിന്റെയും മേൽ എഴുന്നള്ളിരിക്കുക. ഒന്ന് നിലത്ത് കുനിഞ്ഞ് കർത്താവിനൊന്ന് ആരാധിച്ചേൻ. നീ എന്റെ സങ്കേതമെന്ന് ഗാനം പാടി നിലത്തൊന്ന് കവിഴ്ന്നു വീണ് കർത്താവിനെ സ്തുതിച്ചേൻ. നീ എന്റെ സങ്കേതം. നീ എന്റെ സംഗീതവും നീ എന്റെ കോട്ടയം, നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ ദൈവം, നീ എന്റെ സംഗീതവും നീ എന്റെ കോട്ടയം, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. എല്ലാവരും കൂടെ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ശാന്തമായിട്ടൊന്ന് ഇരുന്നേ. നിങ്ങൾ ശാന്തമായിട്ടിരുന്നേ. നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുന്ന കർത്താവ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നതാണ്. പോസിറ്റീവ് ലിവിങ് ഫോർ ഹാപ്പി ലൈഫ്. പോസിറ്റീവ് ലിവിങ്. വിൽസനച്ചൻ പോസിറ്റീവ് സൈക്കോളജിയുടെ പ്രത്യേക ആളാണ്. പോസിറ്റീവ് ലിവിങ് ഫോർ ഹാപ്പി ലൈഫ്. സഹോദരനെ മറന്ന് ദൈവത്തെ മറന്ന് പോസിറ്റീവ് ലിവിങ് ഉണ്ടാകില്ല. നമ്മളൊക്കെ പറയുന്ന സ്പിരിച്വൽ കോഷ്യന്റ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ തിരുവചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോയി ആരാധനയുടെ പ്രകരണങ്ങൾ ഗീതങ്ങളായി പാടുമ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഈശോയെ ദൈവവചനം കൊണ്ട് നമുക്ക് സ്തുതിക്കാം. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. ആരാധനയുടെ കീർത്തനം. ആരാധന 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 ആരാധന. പുറപ്പാടിന്റെ പുസ്തകം പറയുന്നു,
നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പാടാം. ആരാധന 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 ആരാധന. സുഭാഷിത പുസ്തകത്തിൽ പറയുന്നുണ്ട്, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ആരാധന 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 ആരാധന. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാക്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണെന്ന് പൗലോസ് നമ്മോട് പറയുന്നു. നമുക്ക് പാടാം. ആരാധന 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 ആരാധന. തോബിയാസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും നീ മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ നീ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്റെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൻ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് നീ ഓർക്കണം. നമുക്ക് പാടാം. ആരാധന 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 ആരാധന. സുഭാഷിത ഗ്രന്ഥം വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ ഒരിക്കലും നിന്ദിക്കരുത്. ആരാധന 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 ആരാധന. പ്രഭാഷകൻ പറയുന്നു, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പാടാം. ആരാധന 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 ആരാധന. പ്രഭാഷകന്റെ പുസ്തകം വീണ്ടും പറയുന്നു, മക്കളെ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിങ്ങൾക്ക് നിക്ഷേപം കൂട്ടിവെക്കുന്നു. ആരാധന 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 ആരാധന. പ്രഭാഷകൻ വീണ്ടും പറയുന്നുണ്ട്, പിതാവിന്റെ അനുഗ്രഹം മക്കളെ, നിങ്ങളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കിക്കളയും. ആരാധന 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 ആരാധന. പ്രഭാഷകൻ വീണ്ടും പറയുന്നു, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. ആരാധന 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 ആരാധന. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖം ഉണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനും അറിവുള്ളവനുമാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ആരാധന 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 ആരാധന. സുഭാഷിതം പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കും, കഴുകന്മാർ തിന്നുകയും ചെയ്യും. ആരാധന ആരാധന ആരാധന
ശേഷം ആരാധനയുടെ ഒരു ഗാനം ആലപിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. എല്ലാവർക്കും കൂടെ ആരാധന 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 ആരാധന, ഒന്നുകൂടെ ആരാധന 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 ആരാധന. പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങള് മാതാപിതാക്കന്മാർ കൂടെയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മാതാപിതാക്കന്മാരുടെ മുമ്പിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ മുട്ടുകുത്തിയേ. പോസിറ്റീവ് ലിവിങ് ഫോർ ഹാപ്പി ലൈഫ് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം ആദ്യം ഈ പോസിറ്റീവ് ലിവിങ്ങിനും ഹാപ്പി ലൈഫിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമാണ്. ഈ ജീവിക്കുന്ന ദൈവം, വിശുദ്ധ കുർബാനയിൽ ദൈവം, സർവശക്തനായ ദൈവം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ രൂപത്തിലാണ്. അവര് നിങ്ങൾ ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിച്ച് മാതാപിതാക്കന്മാരെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ വലത് കരം ഒന്ന് മക്കളുടെ തലയിലേക്ക് എടുത്തു വെച്ച്, മാതാപിതാക്കന്മാർ അടുത്തില്ലാത്ത കുഞ്ഞു മക്കള്, നിങ്ങള് ചേട്ടന്മാരോ ചേച്ചിമാരോ അനുജത്തിമാരൊക്കെ ഉണ്ടാവും, മൂത്തവര് നിങ്ങളുടെ ഇളയവരെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ വലത് കരം ഒന്ന് തലയിൽ വെച്ച്, ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ടല്ലോ, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ അവതാരത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹത്തെക്കാളും ശക്തങ്ങളാണെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, വിശുദ്ധ കുർബാനയിലെ ദൈവം, സർവശക്തനായ ദൈവം ഇപ്പൊ നിങ്ങളുടെ കരങ്ങളിലൂടെ അനുഗ്രഹമായിട്ട് ഇങ്ങനെ പറന്നിറങ്ങും ആത്മാവിന്റെ രൂപത്തിൽ. ഞാൻ ചൊല്ലിത്തരുമോ എന്ന് പാടിയൻ. യാക്കോബിന് ശക്തനായ ദൈവം പറഞ്ഞേ, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ, തന്റെ കൈകൾ കൊണ്ട് നിങ്ങളുടെ കൈകളെ കാലുകളെ ഹൃദയത്തെ മനസ്സിനെ ശരീരത്തെ ശക്തിപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം നിനക്കെപ്പോഴും തുണയായിരിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. മുകളിലുള്ള ആകാശത്തിന്റെയും കീഴിലുള്ള ആഴത്തിന്റെയും
ഉദരത്തിന്റെയും മാറിടത്തിന്റെയും അനുഗ്രഹങ്ങൾ നിന്റെ മേൽ കർത്താവ് വർഷിക്കട്ടെ. നിന്റെ മേൽ കർത്താവ് വർഷിക്കട്ടെ. എല്ലാവരും മുട്ടുകുത്തിന്നേ, കൈകൾ കൂപ്പേ. കർത്താവിന്റെ അനുഗ്രഹം ചോദിക്കാൻ പോവാ. കായേന് പോലും, കൊലപാതകിയായ കായേന് പോലും കൂട്ടുപോയ ദൈവമാണ് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവം. ഏസാവിന്റെ മുമ്പിൽ 7 തവണ കുമ്പിട്ട് വണങ്ങുമ്പോ ജ്യേഷ്ഠൻ അനുജനെ കോരിയെടുത്ത് അവന്റെ മുഖത്ത് നോക്കി ക്ഷമിക്കുന്നു പറയുന്നുണ്ട്. യാക്കോബ് പറയുന്നില്ലേ, ഇപ്പോ നിന്റെ മുഖം ദൈവത്തെ പോലെ ഇരിക്കുന്നു. പോസിറ്റീവ് ലിവിംഗ് ഫോർ ഹാപ്പി ലൈഫ്. ക്ഷമിക്കുമ്പോ ഇതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുഴുവൻ കർത്താവിനെ ഇപ്പൊ സമർപ്പിക്കുക. നമ്മുടെ ധ്യാനഗുരു വിൽസനത്തിന് നമുക്ക് സമർപ്പിക്കാം. ഗായക സംഘത്തെ, നിങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരെയും, മതാധ്യാപകരെ, എല്ലാവരെയും കർത്താവിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സദാകാലവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകണേ നിത്യവും. ബഹുമാനപ്പെട്ട വിൽസനച്ചനെ ഞാൻ ബലിപീഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്കറിയാം, നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ ഒരു ആഗ്രഹം കൂടിയിട്ടാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ്. നമ്മൾ വിശ്വാസം പഠിക്കുന്നുണ്ട് പുസ്തകങ്ങളിലൂടെ, പക്ഷെ 12 ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വിശ്വാസം ജീവിക്കാൻ നമുക്ക് ആകണില്ല. കാരണം കർത്താവിനെ അനുഭവിക്കാൻ നമുക്ക് ആകുന്നില്ല. ഈശോ നല്ലവനാണെന്ന് രുചിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് 2 മാസം കൂടുമ്പോൾ ഒരു ചെറിയ ധ്യാനങ്ങൾ പോലെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മണ്ഡ്യരൂപതയിലെ മതബോധനം നടത്തുന്ന 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പേരിലാണ് നമ്മൾ ആദ്യത്തെ ഒരു സെഷനാണ് നമ്മൾ കൂടുന്നത്. നമുക്കറിയാം, ആരാധന നമ്മൾ നടത്തി. ഇത് സെന്റ് മേരീസ് ചർച്ച് ബസവനഗർ കകദാസിപുരയിലെ പുതിയ ദേവാലയം കഴിഞ്ഞ ഞായറാഴ്ച വെഞ്ചരിച്ചു. ആദ്യത്തെ ആരാധന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ഈ മനോഹരമായ ബലിപീഠത്തിൽ അഭിമന്യ പിതാവ് കഴിഞ്ഞ ഞായറാഴ്ച വെഞ്ചരിച്ച് കർത്താവിന് സമർപ്പിച്ച ബലിപീഠത്തിൽ, അതുപോലെ ഈ അരുളിക്കും ആദ്യമായിട്ട് ആരാധനയ്ക്ക് എടുക്കുന്ന ദിവസം തന്നെയാണെന്ന്.
അത് മണ്ഡ്യ രൂപതയിലെ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വളർന്ന കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷവും അഭിമാനമുണ്ട്. നമുക്കറിയാം, നമുക്ക് 1 മണിക്കൂർ സമയം നമ്മൾ വിൽസനച്ഛൻ നമ്മളെ ധ്യാനത്തിലൂടെ കൊണ്ടുപോകാം, ധ്യാന ചിന്തയിലൂടെ കൊണ്ടുപോകാണ്. വിൽസനച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ചുകാരാണ്. ബാച്ചിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വളരെ ആത്മസുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ പരസ്പരം പങ്കുവെച്ച് ഷെയർ ചെയ്ത് പരസ്പരം ശക്തിപ്പെടുത്തിയൊക്കെ മുൻപോട്ട് പോയ തിയോളജിയിൽ പട്ടം സ്വീകരിച്ച ഒരു ബാച്ചിലാണ്. അച്ഛൻ ധർമാരാമിലെ അവിടെ നമുക്കറിയാം കൗൺസിലിംഗ് സൈക്കോളജി സെക്ഷനുണ്ട്. അതിൽ അച്ഛൻ പഠിപ്പിക്കുന്നു, തിയോളജിയൻസിനെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ ഫിലോസഫി വിദ്യാർത്ഥികളുടെ മാസ്റ്ററായിരുന്നു. ദൈവിക ക്യാമ്പസിൽ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ സെമിനാരിയുടെ ഒക്കെ റെക്ടറായിട്ട് ഒക്കെ ജോലി ചെയ്യാനും കൃപ നൽകിയ നല്ല വിശ്വാസ ബോധ്യങ്ങളുള്ള ഒരു സുന്ദരനായ അച്ഛൻ മാത്രമല്ല, ഹൃദയത്തിലും സുന്ദരത്തുള്ള നല്ല അച്ഛൻ. അച്ഛൻ ഫിലിപ്പീൻസിൽ നിന്ന് അച്ഛൻ പഠിച്ചത് പോസിറ്റീവ് സൈക്കോളജിയിലാണ് അച്ഛൻ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മണിക്കൂർ അച്ഛൻ നമുക്ക് ചില ചിന്തകൾ പകർന്നു തരും. കുട്ടികൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെറിയ പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് എഴുതി വെക്കുന്നത് നല്ലതാണ്, ഉപകാരപ്രദമാണ്. ആദ്യം തന്നെ സൈക്കോളജി വയ്ക്കാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സൈക്കോളജി. അതും ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പോസിറ്റീവ് സൈക്കോളജിയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കാം. ഇപ്പൊ മറുവിൽസനച്ച ഏറ്റവും സ്നേഹത്തോടെ മണ്ഡ്യ രൂപതയുടെ അഭിവന്യ പിതാവിന്റെ പേരിലും കാറ്റഗിസത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ പേരിലും വിദ്യാർത്ഥി സമൂഹത്തിന്റെ പേരിലും മതധ്യാപകരുടെ പേരിലൊക്കെ അച്ഛന് ഹൃദയപൂർവ്വം സ്വാഗതം നേരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നിമിഷങ്ങളിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ എനിക്ക് ഈ ഒരു അവസരം നൽകിയ ഡേവിസ് അച്ഛനും രൂപതാധികാരികൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ഞാൻ സംസാരിക്കുന്നത് മാണ്ഡ്യ രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടം വ്യക്തികളോടാണ്. അതായത് 5ാം ക്ലാസ് മുതലുള്ള കാറ്റഗിസം സ്റ്റുഡൻസ്. പോപ്പ് ഫ്രാൻസിസ് ക്രിസ്തുസ് വിവിത് എന്ന അപ്പസ്റ്റോലിക് ലെറ്ററിൽ പറയുന്നുണ്ട്, യു ആർ ദ നൗ ഓഫ് ഗോഡ് ആൻഡ് ഹി വാണ്ട്സ് യു ടു ബെയർ ഫ്രൂട്ട്. ഡിയർ ഫ്രണ്ട്സ്, യു ആർ ദ നൗ ഓഫ് ഗോഡ്. And I would say you are now of God and you are the future of God. Means when we say now of God means you are representing God wherever you are. When you are in the school, you are reflecting Jesus through your life. You may be the only Jesus or only Bible they would read in their life, others' life. So you are the now of God. Now you are at home or wherever you are representing Jesus, or God is living through you. With that attitude, when we live, we will bear fruit. That is what Pope Francis said. So the now is a very powerful word. You are the now of God. You should be happy about it. You should be proud of being the now of God. Now let me begin with a question. The question is, what do you want in your life? What do you want in your life? Sometimes you may think it is about what you want, about the talk or whatever. No, more than that, in your life, ultimately what do you want? ആത്യന്തികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ടാകാം. എന്താണ് വേണ്ടത്? ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ നല്ല മാർക്കോടെ പാസ്സാകണം, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം, അങ്ങനെ, അല്ലെങ്കിൽ ഒരുപാട് പൈസ വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. പക്ഷെ അതാണോ? ഇതെല്ലാം നമ്മളെ എത്തിക്കുന്നത് എന്തിലേക്കാണ്? ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഐ വാണ്ട്. വൺസ്
I asked a student who was studying in a plus 2, what do you want in your life? Then the boy said, I want to pass the plus 2 with a high grade. Then if you pass with a high grade, what will happen? Then I can get admission in a good PU college. Then after that, then I can get a admission in a very good college if I have a good mark. Okay, then if you get a good admission in good college, then when I finish, I can get a job. Then I can have a family. Then I can lead a happy life. So at the end, everybody is talking about happy life or peaceful life. So ultimately, everyone, ഞാനും നിങ്ങളും എല്ലാവരും ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷവും. When we talk about heaven, what is there in heaven? In heaven we have ultimate joy and peace, nothing else. So we can be happy forever in heaven. So when we are in this world also, we are actually striving for happiness and peace. Nothing less, nothing more. So then if it is this about happiness, when I say about happiness, it doesn't mean just smiling and finishing. No, happiness means authentic happiness that is coming from within us. So now let me ask another question. Are you happy? Are you happy in your life? I think we all are happy in one way or other. We cannot say I don't have happiness at all, or we don't say I have the perfect happiness. If, for example, if I ask you what is the level of your happiness in the scale of 0 to 10. 0 is the lowest level of happiness, no happiness at all. And 10 is the highest level, no more happiness. So where will you place yourself? I hope there won't be anyone with a 0 that no happiness at all. And I also believe there won't be anyone with a 10 like angels, no, always happy, no unhappiness at all. That is not possible when we are human beings. So you will be between, if it is 0 to 10, you will be between 0 to 10 and maybe 5 or 6 or 4, 10, maybe 8, like that. Whatever may be, we have some level of happiness. Again, let me ask one more question. Don't be fed up with my questions. But these questions are helpful for us to be reflective and also to turn to ourselves actually what is all about. Next question is, what makes you happy? So if you have happiness, what is bringing you happiness? Or what would bring you happiness? Is it money? Is it some positions? Or name and fame? Or for the youngsters, latest model of phone or iPhone? Or laptop? Or new dress? A new house? Food that you like, or ice cream, or appreciation from others, or love from your dear and near ones, or high grade in exams. These all can bring you happiness. Or likes and followers in Facebook, Instagram, or other social media platforms, or in YouTube. Nowadays, many are posting YouTube videos and looking forward to see how many viewers, how many likes, how many comments, and so on. So what makes you really happy? These all can bring happiness one way or other. But how long? The question is again, how long they will bring you happiness? It may give you momentary happiness, may not be lasting happiness. For example, now somebody is offering you very good, very tasty ice cream. Most of you will be very happy. How long? Maybe few seconds only. After that, you may eat one more ice cream. So these things can bring you happiness, but may not be lasting happiness. Then what is about, then how can we experience enduring happiness or lasting happiness? Actually, Jesus came to this world to bring us real joy, real happiness. And how can we experience this enduring happiness? If these material things, things that we think, ഈ വസ്തുക്കളൊക്കെ എനിക്ക് സന്തോഷം നൽകും എന്ന കാര്യങ്ങൾ ശരിക്കും സന്തോഷം നൽകുന്നില്ലെങ്കിൽ, അത് നീണ്ടു നിൽക്കുന്ന സന്തോഷം നൽകുന്നില്ലെങ്കിൽ, പിന്നെ എന്തായിരിക്കും എനിക്ക് സന്തോഷം നൽകുക? Pope Francis, when he addressed the youth in 2015,
at the 30th World Youth Day, no, he said, have courage to be happy. Have courage to be happy. And he continued, God has placed in the heart of every man and woman an imperishable desire for happiness and for fulfillment. So he said, എല്ലാവരുടെയും ഹൃദയത്തിൽ, എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സന്തോഷത്തിനും പൂർണ്ണതയ്ക്കും വേണ്ടിയുള്ള ഒരു ദാഹമുണ്ട് എല്ലാവരുടെ ഹൃദയത്തിൽ. So everybody looks forward to have that happiness. Pope himself said during the World Youth Day, especially addressing the youth. And he also said, no, that the first verse, he said, have the courage to be happy. I was wondering, why should we be courageous to be happy? Is it necessary to be really courageous to be happy? Yes. To be truly happy, we should be courageous. For example, tomorrow is Sunday and you are planning to go for Mass. I think tomorrow onwards, the chapels are going to be opened as far as I understand. Anyway, you can wait for the official announcement. And if, now you are deciding to go for the Sunday Mass at 9 o'clock, for example. Now, your friend is making a call, a WhatsApp call, for example, maybe. And he's telling, see, there is a very good movie at 10 o'clock in Forum Mall. Let's go for the movie. And you have two options. Go for the movie, that's very attractive, and to go for the Holy Mass, which is obligatory for a Christian, for a Catholic, and which you would choose. If you choose the movie, the Pope would say, you are a coward. But you say no to that temptation and say, today Sunday, I should do the right thing going for the Mass. There you show the courage. You show that you are brave. That way, and for example, mainly the youth, അവർക്ക് സന്തോഷത്തിനും ഉന്മേഷത്തിനുമായിട്ട് ചിലപ്പോൾ പബ്ബിലേക്കോ അല്ലെങ്കിൽ സിനിമ കാണാനോ ഫുഡ് കഴിക്കാനോ അങ്ങനെ സെക്സോ, ദർ ക്യാൻ ബി മെനി തിങ്സ്. ബട്ട് അതിനോടൊക്കെ നോ പറയാനുള്ള ഒരു ധൈര്യം വേണം. അതാണ് പോപ്പ് പറഞ്ഞത്, ബി കറേജിയസ് ടു ബി ഹാപ്പി. So my dear friends, when you be courageous to be happy, what happens? Again, Pope continues in Christus Vivit, the apostolic letter to the youth. He says, Christ is alive and he wants you to be alive. When we show that courage, Christ will live through us, because Christ is living and he will live through us, and we will be really alive. Alive means there will be energy, there will be passion. So we have to live with the passion. We have to live with the enthusiasm. That is what we understand here. So to be really happy, in this background, I would say we need something very, very significant, very basic of our happiness. What is that? That is our attitude. Attitude, or another word we can say disposition, or again another word we can say a positive mindset or growth mindset. There are new books and all, positive mindset or growth mindset. So attitude is very, very important in our life. You can have different kinds of attitude. Now you are listening to me, and there are many youngsters are listening to me, and you can have different attitudes. Can be negative attitude or positive attitude. Some may be thinking, okay, this is this is an occasion for me to understand something, to grow in the love of Christ and to be a better human being. You can think. Or some may think, oh, it's another talk, and it's a waste of time. So some can be optimistic, some can be pessimistic, some can be negative, some can be positive. So here, the attitude of the person is important. So, means to say, ഞാൻ പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സംതൃപ്തിയുടെ അടിസ്ഥാനം കിടക്കുന്നത്. So your attitude is very important. There is a saying by Zig Ziglar. He says, attitude, not aptitude, determines your altitude. That's a very good saying. You have to understand three words, the difference. Attitude, not aptitude. That determines your altitude. Altitude എന്താണ്? ഉയർന്ന സ്ഥിതി,
അല്ലെങ്കിൽ നമ്മുടെ സക്സസ്, നമ്മുടെ വിജയം, അതുണ്ടാവണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡല്ല, നമ്മുടെ കഴിവുകളോ എബിലിറ്റീസ് മാത്രമല്ല, മറിച്ച് അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മാനസികാവസ്ഥ, നല്ല മാനസികാവസ്ഥ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫ്ലൈ ഹൈ, അല്ലെങ്കിൽ ടു കം ഔട്ട് ഫ്ലൈയിങ് കളേഴ്സ്. ദാറ്റ് ഇസ് ആൾട്ടിറ്റ്യൂഡ്. സോ ടു ബി സക്സസ്ഫുൾ, ടു ബി ഗ്രേറ്റ് ഇൻ അവർ ലൈഫ്, to be the best, what we need is mainly the attitude. So when we talk about attitude, we have to consider that is നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ് ഈ ആറ്റിറ്റ്യൂഡ്. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം. അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ട് എനിക്കൊരു 4 കാര്യങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ എൻ്റെ പങ്കുവയ്ക്കൽ 4 തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, ഐ ആം എ ബ്ലെസ്സിങ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്ലെസ്സിങ്. അതെന്താണ്? നാം നമ്മെ തന്നെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം. ഐ ആം എ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. ഐ ആം എ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്, എ പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടവേർഡ്സ് വൺ സെൽഫ്, നമ്മളെക്കുറിച്ച് തന്നെ ഒരു അനുഗ്രഹമായിട്ട് കാണാനുള്ള ഒരു വലിയ മനോഭാവം. നമുക്ക് അറിയാം, ജനസിസ് ചാപ്റ്റർ 1:27, ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവം തൻ്റെ ഇമേജിലും ലൈക്ക്നെസ്സിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മൾ. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഓരോ വ്യക്തിയും, ഞാനും നീയും എല്ലാവരും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് എന്നുള്ള വലിയ ഒരു മനോഭാവം, ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവം നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ യു ആർ എ യുണീക്ക് പേഴ്സൺ. യു ആർ എ യുണീക്ക് പേഴ്സൺ. ഒരു അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ ഐ ആം യൂണീക്ക്, യു ആർ യൂണീക്ക്. എന്നെപ്പോലെ ഈ ലോകത്തിൽ ആരുമില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളെ പോലെ 7 പേര് ലോകത്തിലുണ്ടാകുമെന്ന്. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞതൊരു നുണയായിരുന്നു എന്നുള്ളത്. ഞാൻ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പണ്ട് ചെറുപ്പത്തിലേക്ക് പള്ളി പെരുന്നാളിന് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും അകലേക്കൊക്കെ പോകുമ്പോൾ എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. കാരണം കേട്ടിരിക്കുന്നത് 7 പേര് അതുപോലെ ഉണ്ടാകുന്നതാണ്. പക്ഷേ വാസ്തവത്തിൽ നമുക്കറിയാം അതൊരു ചുമ പറയുന്നതാണ്. There is only one person like me, that is myself. There is one person like you, that is yourself. And in that case, we have to understand you are unique and you have a unique purpose. You are unique, you have a unique purpose. കാരണം എന്താണ്? നിങ്ങളെപ്പോലെ ഒരാളേ ഉള്ളൂ, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നത്, നിങ്ങളെപ്പോലെ കഴിവുകളുള്ളത്, നിങ്ങളെപ്പോലെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന വേറെ ആരും ലോകത്തിലില്ല. അപ്പോൾ നിങ്ങളിലൂടെ മാത്രം നടപ്പാകേണ്ട ചില കാര്യങ്ങൾ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് ദൈവം നിങ്ങളിലൂടെ നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ നമ്മളത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് അത് പ്രാവർത്തികമാക്കണം. സോ വി ആർ യുണീക്ക്, വി ഹാവ് എ യുണീക്ക് പേർപ്പസ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വിളി മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയോ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനും നിങ്ങളെല്ലാവരും, അച്ഛന്മാരെ കന്യാസ്ത്രീകൾ മാത്രമല്ല, എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. നമ്മളിലൂടെ മാത്രം നടപ്പാക്കേണ്ട സംതിങ് ഗ്രേറ്റ്. അത് നടപ്പാക്കണമെങ്കിൽ നമ്മളിലുള്ള ആ പ്രത്യേകതകൾ, നമ്മളിലുള്ള ആ സ്ട്രെങ്ത്സ്, നമ്മളിലുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ കണ്ടെത്തണം. നാം മൊത്തത്തിലൊരു ബ്ലെസ്സിങ് ആണ്, അതിൻ്റെ ഉള്ളിൽ പല പല ബ്ലെസ്സിങ്സ് ഉണ്ട്, പല പല ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ കഴിവുകളായിരിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും അനുഗ്രഹങ്ങളെക്കാൾ അധികം നമ്മുടെ കുറവുകൾ കാണാനുള്ള ഒരു മനസ്ഥിതി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെന്നുള്ളതാണ്. മനുഷ്യരുടെ മൊത്തത്തിലുള്ള പ്രകൃതിയിൽ ഒരു നെഗറ്റിവിറ്റി ബയസ് എന്നൊരു സാധനമുണ്ട്. ദർ ഈസ് എ ടേം കോൾഡ് നെഗറ്റിവിറ്റി ബയസ്. എന്താണ് നെഗറ്റിവിറ്റി ബയസ്? നെഗറ്റിവിറ്റി ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകൾ, കുറവുകൾ, വിഷമങ്ങൾ കാണുവാനുള്ള ടെൻഡൻസി കൂടുതലും, നന്മകൾ, അനുഗ്രഹങ്ങൾ കാണാനുള്ള ടെൻഡൻസി കുറവും. സോ നെഗറ്റിവിറ്റി ബയസ് ഈസ് സംതിങ് ദാറ്റ് വി ഫോക്കസ് ഓൺ അവർ പ്രോബ്ലംസ്, focus on our limitations, focus on our failures. For example, I remember a girl who talked to me was very much concerned about her color, and she says, I am
I am not having white complexion, or that my skin is dark. She was so unhappy with the skin that she had. But actually, we know skin is just external. Our beauty is really internal, like in the case of Mother Mary, we can say. So we have a tendency, and that girl was actually blessed with many blessings. She is good in studies, she can dance, she can give speech very well, she is a very good orator, but she was very much concerned about the color of the skin. And I remember when I studied in the Philippines, I met a boy, and he was very much concerned about his curly hair, means ചുരുണ്ട മുടി. എനിക്ക് ചുരുണ്ട മുടി വളരെ താല്പര്യമായിരുന്നു. ചുരുണ്ട മുടി നല്ലതാണെന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവിടെ ചുരുണ്ട മുടി മോശമാണെന്ന് ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും വലിയ കൺസേൺ ബാക്കിയെല്ലാം മറന്ന് ചുരുണ്ട മുടി ഈസ് സംതിങ് ബാഡ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടിക്കായാലും ഈ ആൺകുട്ടിക്കായാലും, there are a lot of blessings in their life. പക്ഷേ ഈ നെഗറ്റിവിറ്റി ബയസിൻ്റെ ഭാഗമായിട്ട് ഈ നല്ല കാര്യങ്ങൾ മറക്കുകയും, അല്ലെ നല്ല കാര്യങ്ങൾ അത് ഇങ്ങനെ അടിത്തട്ടിലേക്ക് വിടുകയും, മനസ്സിലേക്ക് ഇപ്പോഴും പൊന്തി വരുന്നത് ഈ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും ചീത്ത പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് തോറ്റതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഒരു മെസ്സേജ് നമ്മളിട്ട് അതിനൊരു ഡിസ്ലൈക്ക് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അൺഫോളോ ചെയ്തതായിരിക്കാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ. സോ ഇതെല്ലാം നമുക്ക് വലിയ കാര്യങ്ങളാണ്. വാസ്തവത്തിൽ അതിനേക്കാളും ഒരാൾ അൺഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 50 പേര് ഫോളോ ചെയ്യുന്നുണ്ടാകും നമ്മളെ. സോ ലെറ്റ് us see the brighter side of the coin. Let us see the positive and brighter side of our life. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളിലുള്ള ബ്ലെസ്സിങ്സ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുറവുകൾ നോക്കി, വിഷമങ്ങൾ നോക്കി, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നോക്കി ജീവിതം തീർക്കും. സോ യു ആർ എ ബ്ലെസ്സിങ് ആൻഡ് യു ക്യാൻ ബി എ ബ്ലെസ്സിങ്, provided you identify what are the strengths and abilities God has given to you. Then that unique purpose will be fulfilled through your life. That is what happened in the life of Mother Teresa. I don't think that she had no weaknesses in her life. She might have had many weaknesses, but because of her identified blessing of compassionate love, she developed it. She understood that is a blessing of God and that is a gift of God, and she flourished in that area, and she became a role model for the entire humanity, entire world, because she found the purpose of her life, and she identified she is a blessing of God as she is. And there is another side of understanding we as a blessing. The other person, my brother, my sister, my friend, my mother, my father, all are blessings. There is no point of comparison. There is no point of getting jealous over them. There is no point of criticizing, because I am a blessing, you are a blessing. Let us celebrate the blessings. So then your family become a blessed family. Then your friendship will become a blessed friendship. When you are in the class, you can make the classroom a blessed classroom with your presence, because you are bringing Jesus to that classroom. And now the modern Saint Carlos Acutis, he made use of his ability in the internet, media, photography and all, and he propagated the miracles of Holy Eucharist, and he lived the faith, and he dedicated his life, short span of life, he dedicated to God, because he identified his blessings and he lived that up to the maximum. So the first attitude, as I mentioned, having the attitude of blessing means ഞാനൊരു അനുഗ്രഹമാണ്, എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറണം, അതിന് എൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് വളർത്തണം എന്നുള്ളത്. ഇനി രണ്ടാമത്തത്, നാം ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമതുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ സാധാരണ പലപ്പോഴൊക്കെ ഈസി ആയിട്ട് വളരെ കോട്ട് ചെയ്തോ അല്ലെങ്കിൽ പരാമർശിച്ച് വിടുന്ന ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ബി താങ്ക്ഫുൾ. നമുക്കറിയാം നമ്മൾ നന്ദി പറയുന്നവരാണ്. എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിയുമ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. പക്ഷേ ഇത് ചുമ്മാ
താങ്ക്സ് പറയുന്നതല്ല, മനസ്സറിഞ്ഞ് താങ്ക്സ് പറയുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു കഥ പറയാം. എ സ്റ്റോറി by Mullah Nasruddin happened many years ago. Once upon a time, this Mullah Nasruddin was walking through a village. You know, those days they had to walk from one place to another place, and he was walking from his place to another place, and he reached a village, and that was already noon time. He was very hungry, and he went to a house. It was a farmer's house, and those days Atiti Deva Bhava was the mentality of the people. If somebody comes, you should accept that person as a God visits your home. So they welcomed this person, and then he asked for some food. But they had no food. But there was some rice and grains, and they cooked them. And after that, they asked this visitor to be seated, and they served the food, rice and some grains and all. After that, after serving, instead of eating, this visitor started crying. So this poor farmer and wife got perplexed. They thought something happened, that he didn't like the food or something. Then they asked, what happened? Did something go wrong? Then he said, nothing went wrong. I cried because of gratitude. I was thinking, to have this rice in front of me, how many people might have worked behind? Thinking about the contribution and hard work of many behind this one grain of rice in front of me, I was really felt gratitude, and I am crying just out of my gratitude. This story tells something very significant. If it is true about a grain of rice, and what about our life? How much we should be thankful for? How much we have received in our life? We have received in abundance, in many ways. You know, Bible says about the need of gratitude or thankfulness many occasions. There are many examples in the Bible, many verses in the Bible which talks about the need of gratitude. For example, Psalm 118:1 or 136:1-3 says, "Oh, give thanks unto the Lord, for He is good." We have song, on that one. Because His mercy endures forever. Oh, give thanks. That song is there. Oh, give thanks unto the Lord, for He is good. So you thank God. Ephesians 5:20 says, always give thanks to God the Father for everything in the name of our Lord Jesus Christ. Always thank. And 1 Thessalonians 5:18 tells, give thanks in all circumstances, for this is God's will for you in Jesus Christ. Give thanks in all circumstances. So when we consider all circumstances, giving thanks to God always, as Paul tells, then what is our approach? Do we really thank God or thank others always? As I mentioned about the story with regard to that piece of grain of rice, and when we compare to our life, how many people have worked behind to have our life? Or when I stand in front of you and I speak, now you are listening to me from different places, different houses. And how is it possible? Because of the blessings of or the contribution of numerous people, not only those who are living now, those who already passed away. Because to have this technology developed now, there are many people worked even centuries before. So we have developed from their hard work, and little by little, now we have reached up to this level. And you see, coronavirus has separated us physically, but now this media or this technology is uniting us as one family. So how much we should be thankful for this mic, for this technology and everything. We can be thankful for many things. When we
become grateful, first of all, our gratitude should go to God. We know that. God. And, we, as I earlier mentioned, we are the blessings of God. ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയാണ്. അപ്പോൾ ഞാൻ എന്തുമാത്രം ദൈവത്തിനോട് നന്ദി പറയണം. എന്നെ ഇതുപോലെ ഈ മാതാപിതാക്കളിൽ നിന്ന് ഈ അവസ്ഥയിൽ, ഈ കുടുംബത്തിൽ, ഈ വിശ്വാസത്തിൽ എന്നെ ജനിപ്പിച്ചതിന്, എന്നെ വളർത്തിയതിന്, ഇത് ഓരോ നിമിഷവും ഓരോ സമയവും എന്നെ പരിപാലിക്കുന്നതിന് ഹൗ മച്ച് വി ഷുഡ് താങ്ക്. എപ്പോഴും ദൈവത്തിനോട് നന്ദിയുള്ളൊരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി രണ്ടാമത്തേത് അതേഴ്സ്. ഗോഡ്, അതേഴ്സ്. അതേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ദർ ആർ മെനി പീപ്പിൾ, സ്റ്റാർട്ടിങ് ഫ്രം അവർ പാരൻസ്, അവർ സിബ്ലിങ്സ്, our dear ones, our teachers, our friends. And again, all the people know, even you are, the milkman, the one who brings newspaper, or even the nurse, the doctor, or the security person in your apartment, all deserve our gratitude because we are because of all of them. നാം ഇന്നായിരിക്കുന്നത് ഇത് ഒരുപാട് പേരുടെ പ്രയത്നത്താലാണ്. ഒരിക്കലും നമ്മുടെ നന്ദിയുടെ കണ്ണുകൾ അടയ്ക്കരുത്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് നന്ദി ഉണ്ടാകാം. ഒന്ന് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, രണ്ട് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ സാധാരണ ഈ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി, താങ്ക് യു കേട്ടോ, അല്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറ് പതിവ്. പക്ഷെ അതിലുപരിയായിട്ട് അത് നമുക്ക് എന്തായാലും ചെയ്യാം. വി ഹാവ് ടു താങ്ക് അതർ പീപ്പിൾ വെൻ വി റിസീവ് എ ബ്ലെസ്സിങ് ആൻഡ് ഓൾ. മോർ ദാൻ ദാറ്റ് വി ക്യാൻ ബി താങ്ക്ഫുൾ വിതിൻ അവർ ഹാർട്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഐ ക്യാൻ ബി താങ്ക്ഫുൾ ഫോർ ദിസ് മൈക്ക്. ഈ മൈക്കിനൊന്നും കിട്ടുന്നില്ല, പക്ഷേ ഐ ക്യാൻ ബി താങ്ക്ഫുൾ. എന്താ എൻ്റെ ഗുണം? വെൻ ഐ ബിക്കം താങ്ക്ഫുൾ, ഐ ബിക്കം മോർ പോസിറ്റീവ്. ദാറ്റ് ഈസ് വാട്ട് പോസിറ്റീവ് ലിവിങ്. ആൻഡ് ദിസ് പോസിറ്റീവ് ലിവിങ് ഓർ പോസിറ്റീവ് attitude, this kind of approach is really needed for us to be really happy. So when we think about others, just pause for a while. I should give you a few seconds. Who are the people to whom you must be thankful? I am very sure you will not be able to count them within short span of time. Just think who are the most important people that you should thank. And in your mind, bring them and thank them. In your mind, please bring all those people one by one and give thanks to them in your mind. That is feeling grateful to them. Father Davis Panadan was preparing through the adoration for this talk, and he mentioned about the parents and other people and കൈവച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് അടുത്തുണ്ടാകാം. സോ ചിലപ്പോൾ അവർ അടുക്കളയിലായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത മുറിയിലൊക്കെ ആയിരിക്കാം. ഐ വിൽ ഗിവ് യു 10 seconds. Just go to them and give them a hug and tell them, thank you mama, thank you papa. Just go to them. അപ്പൻ്റെയും അമ്മയുടെ അടുത്ത് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് നന്ദി പറയുക. എല്ലാവരും അടുത്തുണ്ടെങ്കിൽ ഉടനെ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം we are here basically because of them. Again, we can be thankful to our grandparents, our teachers, friends. There was a study conducted in America, and this study was about expressing gratitude to the grandparents. There were some college students, and all of them, all those who were part of that study, had their grandparents alive. And what they did, they all wrote a letter addressing the grandparents, saying all the things that they have received, all the blessings they have received from the grandparents. The grandparents have done a lot of blessings or a lot of things to them, and they enumerated everything in detail in that letter. And without any introduction, they just visited their grandparents and read it out. And it was a surprise for all the grandparents to listen to their grandchildren reading out something that they have done some years before and so on. And invariably, all of them, according to the report, all of them cried out of joy.
because they understood my grandchild remembered the things that I have done, whether it is small or big. And you see, when we really express our gratitude, we really become great and we can make many happy. We can make many happy. So that is called gratitude visit. You visit your grandparents or somebody and express your thankfulness or gratitude. I personally visited my parish priest when I received Holy Communion. At present, he is in St. James Hospital, Chalakudi. His name is Ignatius Chungat. So I visited him and just show love or affection because he is very old, and so I just visited him, and I spent only a few minutes, maybe less than 20 minutes. But in between these 20 minutes, he wept more than 3 times. And he was saying, "Mohan annalum vannallo." That was the expression he made. "Mohan annalum vannallo." I didn't thank him with the words, but that visit itself made him really happy. So, my dear friends, we can be thankful in many ways. Our tendency to leave things unnoticed. See, do we really thank this mic? There is no need of thanking the mic because these all things are taken for granted. I think, what makes us safe to sleep during the night? Maybe the door or the door lock. Imagine your door is not being able to be locked. It is not functioning. Will you be really happy or safe to sleep? You will be under tension and stress. And have you ever thanked that door? No need of going and thanking, but you can just feel in your mind for this door. What I mean, you can be really creative in thanking. The more you become thankful, the more will be your happiness. I am very sure about it. There are many, many studies, research studies with regard to that one. So let us don't leave things unnoticed. Let us don't take things for granted. Should we thank mother and father? Oh, that is not expected of us. No, let us do it, and you will see the difference. Maybe to your brother, to your teacher, to your friend, or somebody, maybe a one who brings you paper, or one who brings milk, or maybe Amazon, the person who brings Amazon items or Flipkart items. Just thank him sincerely. Or when you travel in the auto rickshaw or bus, you will see the difference because you become really positive and you can make other people positive or happy. Another way of practicing this gratitude, write every day at least 3 things that you are thankful for. There are mobile applications even for that one. Gratitude diary, gratitude journal writing and all. So I am insisting this one, or I am repeating this one because gratitude can make wonders. Gratitude can make wonders. If you intentionally, thoughtfully, mindfully express gratitude, feeling within yourself and expressing. And again, when we think about ourselves, there are numerous things within us. Our heart, our brain, our liver, our intestinal system, or our hand, our finger, our eyes, ears, everything are matters of gratitude. So let us be generous and let us be very creative in being thankful. And I would very strongly recommend you to feel thankful or to express gratitude very often, very frequently in your life. And now, the first one was about attitude of being attitude of blessing, attitude of gratitude. Now, attitude of kindness, kind attitude. Being kind to other people. Again, let me share one experience that I had. Once I was traveling from Kolar to Bangalore by BMTC bus. So I had to wait for the bus because that bus was starting from that particular place, and I wanted to make sure that I get a seat on the bus because it is a long journey. And I got a seat on the bus, and I was very happy, very comfortable. And after 2 seats,
2 stops. The bus got filled. Many people. And I noticed, many people are standing, and an old lady standing in front of me. Now there is a dilemma. An old lady standing there, and I am sitting comfortably. But at the beginning, I just looked out as if I am not seeing this woman and all. But there was a kind of prick of conscience going on within my mind. Then one fraction of thought came to my mind. If it were your mother, what you would have done? Then without delaying a second, I offered that seat to that old lady. And she was very happy to receive that seat. And she sat there. Though I had some difficulty standing for long, but even now, that act of kindness, a very simple act of kindness, still brings me happiness. So the more we do acts of kindness, acts of compassion, the more will be our happiness also. So we have a tendency to receive more, right? We have a tendency always to receive more. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് എല്ലാവരെക്കാളും കൂടുതൽ ആരോഗ്യം വേണം, സൗന്ദര്യം വേണം, ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ വലിയ വീട് വേണം, ഓരോന്നും എല്ലാവരെക്കാളും കൂടുതൽ എനിക്ക് വേണം എന്നുള്ള ചിന്തയാണ്. സോ വി ഹാവ് എ ജനറൽ ടെൻഡൻസി ടു റിസീവ് than to give. നേരത്തെ നെഗറ്റിവിറ്റി ബയസിനെ ഓവർകം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ടെൻഡൻസിയെ നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ നമ്മളെപ്പോഴും നിരാശയിൽ കഴിയാനായിട്ട് സാധ്യത. കാരണം നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. മറിച്ച് എനിക്ക് എന്ത് കൊടുക്കണം, എത്രമാത്രം കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. കാരണം നമുക്ക് എപ്പോഴും ചിന്ത എനിക്ക് എങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെ എന്തുമാത്രം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് വി ആർ സെൽഫി പീപ്പിൾ. നൗഡേയ്സ് വി ഹാവ് സെൽഫി, ബട്ട് വി ആർ സെൽഫി പീപ്പിൾ മീൻസ് എനിക്ക് വേണം, എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം. നമ്മൾ ഇന്ന് തുടങ്ങിയതല്ല. വി സ്റ്റാർട്ടഡ് വെൻ വി വെയർ ഇൻ ദ വൂംബ് ഓഫ് ദ മദർ. വി വെയർ ലൈക്ക് പാരസൈറ്റ് ഇൻ ദ വൂംബ് ഓഫ് ദ മദർ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ഊർജവും എല്ലാം സ്വീകരിച്ച് നമ്മൾ വളർന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോഴോ നമ്മൾ കരഞ്ഞതും നമ്മൾ ഇഷ്ടക്കുറവ് കാണിച്ച് എല്ലാം നമ്മുടെ സുഖത്തിന് വേണ്ടി. കരഞ്ഞത് എന്തിനാണ്? ഒരു കുഞ്ഞ് ഭക്ഷണത്തിന്, സുഖത്തിന്, സന്തോഷത്തിന് മാത്രം. ആ കുഞ്ഞ് ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് തുടക്കത്തിൽ ചിന്തിക്കുന്നില്ല. സാവധാനം മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ബേസിക്കലി വി ആർ സെൽഫി പീപ്പിൾ. പക്ഷേ ദാറ്റ് സെൽഫി നേച്ചർ മേ നോട്ട് ബ്രിങ് അസ് റിയൽ ഹാപ്പിനെസ്. സോ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ടീച്ചിങ്, giving is to be practiced, or kindness is to be practiced. Jesus tells in the Luke's Gospel, chapter 6, verse 38, give and it will be given to you. And how are you going to get back? A good measure, pressed down, shaken together and running over, will be poured into your lap. For with the measure you use, it will be measured to you. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം കിട്ടുന്നത്? യേശു പറയുന്നത് ഗീവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. നമുക്ക് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതല്ല, മറിച്ച് ഐ ഹാവ് ഹേർഡ് ഫ്രം മെനി പീപ്പിൾ, ദോസ് ഹു ഹാവ് ഗിവൺ ഫ്രം ദെയർ ഈവൻ ഫ്രം ദെയർ ലിമിറ്റഡ് റിസോഴ്സസ്, ആൻഡ് ദേ ആർ റിയലി receiving more than they have given. So those who contribute to the church, those who contribute to the poor, those who take care of the poor, they receive more than they give. So my dear friends, let us develop this attitude of kindness, or attitude of giving more than receiving. Again, going back to the example of Mother Teresa, that is what we see. She gave, and whenever we see the picture of Mother Teresa, she appears to be very happy. What made her to be happy? I don't think any material things. She had only very minimum things. Maybe one pair of sari, one bucket, one plate, or some very minimum things. But she found to be very, very happy. What made her happy? Because of her compassionate love. She gave herself everything for the good of other people. So if you really want to be happy, ready to give. Pope Francis, in his latest encyclical, Fratelli Tutti, tells, Fratelli Tutti, brothers all,
tells about the example of Good Samaritan, and he is inviting all of us to follow the example of Good Samaritan in giving, sharing our resources the maximum, and consider everyone as our neighbor. So make everyone as your brother, make everyone as your neighbor, and so show your mercy. Pope is very much particular about being merciful. So dear friends, we can be really merciful towards your friends. You can show kindness, and maybe at present you can start being kind. How? Just pray for others. Sitting in your house, you can be kind. You can experience, or you can show kindness, maybe through your prayer or wishing kindness, we say. So through your prayer or doing something, praying for somebody or being with somebody, many ways, creative ways we can be kind to other people. Even when somebody is very lonely, just be with the person, or sad, just be your presence, that is enough. Or a word of appreciation or a word of encouragement. These simple things can make others really happy, and you can be really great. Saint Chavra tells, there shall be no day in your life without doing good to others. There shall be no day in your life without doing good to others. So what I suggest, at least try to do one good deed to others a day. Every day, you are doing many good things, sure, but with your conscious mind, with your decision, I am doing this. So at the end of the day, when you look back, you should feel, as I have done this good thing today. So then that will give you a lot of joy, a lot of satisfaction. So enjoy your life being kind. Give more, and more will be your happiness. Now, the fourth one, that is a relationship. I don't say the word attitude of relationship, but attitude of relation. No? So we should have the attitude to develop a good relationship, positive relationship, or healthy relationship. In the study of Harvard University, a very lengthy study they conducted, and there were many people, more than 700 people in their study and all, to identify what makes people really happy, or they wanted to understand what is the main criteria that make people happy. And you know, one most important thing they found was quality relationship. According to them, having done this study for more than 70 years, for more than 700 people, rich and poor people, and among that study, those people who participated in the study, there was a president and CEO of the companies and all. And their studies showed that quality relationship or good relationship can make you really happy. That is very important, because we are social animals. Without relating with other people, we cannot live. Some people may think, oh, I can stay alone, I can live alone, I will be happy. No. We need to interact, relate with other people. That is the need of our life. Otherwise, after some time, you will feel really sad or disappointed. So developing good relationship is very, very significant. So maybe you having good friends. I repeat, good friends, not simply friends, good relationships. And you should have good relationship with your parents, first of all, with your siblings, with your dear ones, your relatives or friends, teachers. We should have a very healthy and good relationship with other people. And who takes the first step to develop a good relationship? You should take. Don't wait for the other person. Maybe, you can think, I wished him last birthday. Now I will wait and see if he would wish me. And if he does not wish, I will not. Instead of having such attitude, let there be a positive attitude of developing a relationship. You take enough and more steps to have good relationship. If you have a good friends, and there is also saying, tell me who your friends are, I will tell you who you are. Tell me who your friends are, I will tell you who you are. Means to say, if whom you relate with, they can influence you. Similarly, you can influence other people also. So, the choice of your friendship is very important.
And you can see in the life of Jesus who were his friends. He chose the friends and he made them great and better people. So we may have different kinds of friends, but we should be ready to make them great. We should be able to make them better. നമ്മൾ മറ്റുള്ളവരെ മഹാന്മാരും വലിയവരും മഹത്വമുള്ളവരാക്കി തീർക്കാനായിട്ട് നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ ഇടപെടലിലൂടെ സാധിക്കണം എന്നുള്ളതാണ്. So here with regard to this one, what I suggest is that a shortcut to be happy, a shortcut. What is that shortcut? Make a decision to make one person happy each day. So the other one was be thankful to at least one person or more, or you be thankful. Then second one is you have to be kind or show kindness to at least one person. And third one, make one person happy each day. Personally, I tried that one during the Christmas season and found it very, very useful. I decided to make at least one person happy every day. We are really making many people happy every day. Maybe that means that can be done with one word like encouragement. So when we do kindness, automatically you are making that person happy. So at least we will make sure I will help somebody to be happy each day. Then you can really find your life becomes so rich, so powerful, and you will have that real satisfaction in your life. So I mentioned about 4 things with regard to positive attitude or the having positive or growth mindset. And that attitude, they are consider you as a blessing and be thankful or be attitude of gratitude and show kindness. That means attitude of kindness. Then develop good relationship or positive relationship. That if we have all these 4 in your life, I am very sure you will be happy because you are making others happy. The shortcut is making others happy will make you to be happy. Let me end with one, not a story, but an analogy about butterfly effect. I don't know whether we have heard butterfly effect. You have seen butterflies. We all like butterflies. They are very beautiful. They move around and they are very beautiful. But butterfly effect is something different from that. It was a doctoral thesis presented in 1963, but Edward Lawrence in America. You know, according to this it's a scientific theory. According to this theory, when a butterfly flaps its wings, what happens? We don't see something happening. But actually this says something is happening in the atmosphere. With our naked eyes, we don't see because butterflies are very small. They don't make anything very significant. ഒരു പൂമ്പാറ്റ ചിറകടിച്ച് എന്താ സംഭവിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ this theory tells something is happening even if you do not see in the atmosphere. Because of that flapping, one molecule may be moved or changed slightly. And if there is a movement, that will continue according to theory. And this molecule may move another molecule, another one. And this movement will continue in the atmosphere. As a result, after maybe months and years, because of this one slight movement, very simple movement, it can cause a storm, a hurricane somewhere, or it can cause or it can stop. So ഈ ചെറിയൊരു മൂവ്മെൻറ്റ് കാരണം ഒരു സ്ഥലത്ത് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകാനോ ഒരു കൊടുങ്കാറ്റ് ഇല്ലാതാകാനോ സാധിക്കുന്ന പറയുന്നത്. അപ്പോൾ സ്മോൾ ബിഗിനിങ് ഗ്രേറ്റർ ഇമ്പാക്റ്റ്, ദാറ്റ് ഈസ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. Very small beginning, very simple beginning, greater impact. That is called butterfly effect. This is simply a scientific theory, but what about our life? How can we apply this one to our personal life? Can we make a butterfly effect in our life? I would say yes.
You can make a butterfly effect in your life, provided you do something in that perspective. There is a book on butterfly effect, applying this scientific theory in the lives of the people. For example, small beginning, greater impact. Most significant example is Jesus himself. Where did Jesus start the preaching of the good news? In Palestine, in one corner of the world, very small place, geographically very small place. Jesus traveled only in a small area in this world. And he established the kingdom of God, or he preached the good news there, a small beginning, and with the 12 disciples. But now it has reached all over the world. As if, when you put a stone in a pond, a calm pond, and the ripples, it resonates to the shore. Similarly, we can have in our life small beginning and greater impact. Jesus, we are here now. I am preaching to you. You are listening to me because of this butterfly effect of Jesus. And Mother Teresa, she lived in this Calcutta and she did her ministry, but all over the world she is famous, and many are getting inspiration still through her life. So similarly, we can do simple things, but we can make greater impact. Greater impact. Our congregation, St. Chavara, started in Mananam, a small place. Mananam ഇന്നും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ നിന്ന് പല രാജ്യങ്ങളിൽ 30-ലധികം രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്ന അച്ഛന്മാരെ സൃഷ്ടിക്കാനായിട്ട്, അച്ഛന്മാരെ ഉണ്ടാക്കാനായിട്ട് ഈ ചെറിയ തുടക്കത്തിലൂടെ സാധിച്ചു. So small beginning, greater impact. My dear friends, what I want to say, you can do that one in your life. When you influence somebody with your kind deed, for example, you may be making that butterfly effect. There's small beginning, and as a result, that person may help another person, that will continue. So let us make this positive butterfly effect in our life through our words, through our deeds. In other words, we can say through your positive living. When you have this positive living with a sense of blessing, gratitude, kindness, and having good relationship, I am very sure you are creating butterfly effect. The ripples of your positive living will spread all over the world, and you can be happy, and you can make others happy. So choose to be happy. And once again, wishing you to have very happy and fruitful life, and thanking Father Davis and others for giving me this chance. I remain. God bless you all. So, dear Reverend Father Wilson, in the name of Catechism Community of Diocese of Mandya, I extend you the heartiest thanks to you, and it was a wonderful session, and 1 hour you are leading our children to the path of happy life with a butterfly effect. So let us thank to Father Wilson for his wonderful meditation given to us. So now let us stand and then sing a hymn for Mother Mary. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാത
പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മറിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മറിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഗായക സംഘത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ റാഫിച്ചനാണ് വിൽസനച്ചനെ കൊണ്ടുവന്നത്. റാഫിച്ചന് പ്രത്യേകം നന്ദി പറയുന്നു. പ്രിയമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ സായാഹ്നം ഞാൻ നോക്കി 1350 പേര് ഈ ലൈവ് സ്ട്രീമിലുണ്ടായിരുന്നു. പക്ഷേ നല്ല സംഖ്യയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ പങ്കെടുത്തതിൻ്റെ അറ്റൻഡൻസ് നിങ്ങളുടെ ടീച്ചർമാരുടെ കൈവശം വഴി കൊടുത്ത് അത് രൂപതയിലേക്ക് അയക്കണം കേട്ടോ. നാളെയോ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട്. ഗുഡ് നൈറ്റ്.